എടാ പുറത്തെ ദേ അനിയത്തി താഴെ നിന്ന് കരയുന്നു. എന്താന്ന് ചോദിക്കാം വാ. എന്തിനാണ് കരയുന്നേ? എന്തിനാ കരയുന്നെന്ന്? എന്തിനാ ഈ ബോള് പറയാൻ? ബോളറി അളിയാ എന്റെ ആള് എറിയടാ. അളിയാ സൂപ്പർ ഷോട്ട് അളിയാ. ആരുടെ അവൻ? രണ്ടും കൂടി ജോളിയോട് ചിരിച്ചോണ്ട് പോണുണ്ടല്ലോ. എന്തേ ദേഷ്യം വരുന്നുണ്ടോ? ഒരെണ്ണം തോന്നലുണ്ടല്ലോ. ഏയ് അളിയാ പേടിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയടാ. ഓള് താടി എന്റെ ചേട്ടനടുത്ത് കൊടുത്തയക്കാം. ഇത് നിന്റെ ചേട്ടനാ? ചേട്ടനെന്ന് പറഞ്ഞാൽ പേടിക്കും ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടാവും. വേഗം കൊടുത്തുവിടെ. സൽവത്തിന്റെ അനിയൻ ഗുണ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ മാത്രമേ കല്യാണം കഴിക്കുന്നു. അവൻ പെണ്ണ് ചോദിച്ച് വരാനിരിക്കുക. അപ്പുറത്തെ ഗ്രൗണ്ടിലുണ്ട് അവര്. ചെല്ലേട്ടാ പോയി സംസാരിച്ചിട്ട് വാ. എന്താണ് എന്റെ അനിയത്തോട് കളിക്കാനായോ? എന്റെ അനിയ ഈ ചെറിയ കാര്യത്തിനൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ചെറിയ കാര്യമല്ലേ? എല്ലാരും കൂടി ചേർന്നവനെ അടിച്ചു ഓടിക്കണേ ഇവിടുന്ന്. എന്താ പച്ചപ്പി അടിക്കാൻ വന്നിട്ട് കബഡി കളിച്ചോണ്ടിരിക്കണം? കൈ ഒടിച്ചോ? വിട് പച്ച വിട് വിട്. വാ ഞാൻ പറയുന്നത് കേക്ക്. വാ പോലീസുകാരൻ ഞാൻ പോകുന്നത്. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറയുന്നത് കേക്ക്. അളിയനായതുകൊണ്ട് എവിടുന്ന് വെറുതെ വിടുന്നത്? ഇല്ലെങ്കിൽ പിള്ളേരെല്ലാം കൂടി കോൽക്കളി കളിച്ചെന്നെ. ഞാനൊരു വാക്ക് പറഞ്ഞാ മതി. വേണ്ട, ഇത് ചീള് കേസാ. ഞാൻ തീർത്തോളാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോരാ. എന്താ മോനെ, എന്താ പ്രശ്നം? എടാ ഗുണേ, നിനക്ക് അവനെ പറ്റി അറിയാത്തോണ്ടാ. അവന് ദേഷ്യം വന്നോണ്ടല്ലോ എടവും വല്ല നോക്കൂല. നിന്റെ എല്ലായിടത്തും കോൽക്കളി നടത്തുവോ? 2 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള കാശും എടുത്ത് പുത്തൂർ പോയി കെട്ടും കെട്ട് സമാധാനമായിട്ട് ജീവിക്കും. എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവും. നീ എഴുന്നിട്ട് അകത്തേക്ക് പോയെ. അവിടെ വന്നേ. നീ പോലീസ് ആവാൻ പോണോ അതോ ഗുണ്ടയാവാൻ പോണോ? ഞാൻ ആദ്യം മനുഷ്യനാവാൻ ആഗ്രഹിക്കാച്ച. കൊല്ലാൻ ശ്രമിച്ച ഒരുത്തനെ രക്ഷപ്പെടാൻ അനുവദിക്കുക, അവന് പകരം വേറൊരുത്തനെ കൊണ്ടു നിർത്തുക, എന്നിട്ട് ചുമ്മാ ഇരിക്കണമല്ലേ? ഏറ്റ അനിയത്തെ ഒരുത്തൻ ശല്യപ്പെടുത്തുന്നത് കണ്ടിട്ട് അവനോടൊന്നും പ്രതികരിക്കാതിരിക്കാൻ ഞാൻ വെറും ശവമൊന്നുമല്ല. ആദ്യം നീ മുഖം തുടക്കി ഒന്ന് ചുമ്മാതിരിക്കാൻ പാടില്ല. ഇത്രയധികം ദേഷ്യപ്പെടുന്നവന് പോലീസ് ആവാൻ പറ്റില്ലടാ. അതൊക്കെ എനിക്കും അറിയാച്ച. പോലീസ് ആയ ശേഷം തോക്കിന്റെ കൈ കിട്ടിയാലേ ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് കൊലപാതകയായി മാറും. നീ ഉറപ്പായിട്ട് ഷൂട്ട് ചെയ്യും ഞാൻ. നിന്റെ മുൻകോപം നിന്നെ എവിടെ കൊണ്ട് എത്തിക്കുന്ന എനിക്ക് അറിയില്ലടാ. അവനെ നീ അടിച്ചെന്ന് വെക്കുക, അതിന് പകരം നിന്നെ അവൻ അടിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. എടാ കേസ് വന്നാൽ പോലീസ് ആവാൻ പറ്റില്ല. ആ ദേഷ്യത്തിൽ നീ പുറത്തു വന്ന അവനെ നീ കൊല്ലുമായിരിക്കും. 5 വർഷം കഴിഞ്ഞ ആ സ്ഥാനത്ത് അവനുണ്ടാവില്ല, നീ ആയിരിക്കും. എന്നെ പോലൊരു തന്ത നിന്നെ പോലൊരു മകനോട് റൗഡി പിള്ളേരോട് വഴക്കുണ്ടാക്കരുതെന്ന് അഡ്വൈസ് ചെയ്യുക. അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. അനീതിയോട് എതിർക്കരുതെന്ന് പറയുന്ന അഹിംസയുണ്ടല്ലോ, ആ അഹിംസയാണ് ഇവന്മാർക്കെല്ലാം വളം വെച്ചു കൊടുക്കുന്നത്. അപ്പൊ നിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവില്ലല്ലേ? അല്ലടാ, അതിന്റെ ശത്രുക്കളെ തീരുമാനിക്കണം. നമ്മുടെ കൃഷ്ണൻ കണ്ടില്ലേ, ക്ലാസ്സിൽ വരാറേയില്ല. ഞാൻ നോക്കുമ്പോ ക്യാൻറ്റീനിൽ എവനാ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന. നീ അവരോട് കാര്യം പറഞ്ഞോ ഇല്ലയോ? എങ്ങനെ പറയാനാ? നിനക്ക് വേറെ പണിയൊന്നുമില്ല. വേസ്റ്റ് ആളിയാ.
നമ്മുടെ കൃഷ്ണനെ കണ്ടില്ലേ? അവൻ 2 മാസം കൊണ്ട് കാര്യം ഒപ്പിച്ചു. ദിവ്യയെ പ്രേമിച്ചു, മഹാബലിപുരത്ത് കൊണ്ടുപോയി റൂം എടുത്തു, നൈസായിട്ട് കാര്യം സാധിച്ചു. ഞാൻ അവളോട് സംസാരിക്കട്ടെ. എന്തിനാ മച്ചാ, അത് വളയുന്ന കേസൊന്നുമല്ല. അങ്ങനെയൊന്നും പറയാതെ കൃഷ്ണ, ആള് സൂപ്പർ അല്ലേ? എവിടെ ഓരോ ദിവസം പൊക്കിടും. പറഞ്ഞാ കേക്കില്ല നീ. ഹലോ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ എങ്ങനെ എന്തിനാടി കരയുന്നേ? ഇപ്പൊ എന്തിനാ കരയുന്നെന്ന്? നീ കാരണം നിന്റെ ചേട്ടൻ എന്റെ കൈയടിച്ച് നോക്കുകയാണോ? അല്ലല്ലോ. ഇപ്പൊ എന്തിനാടി കരയണേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ കരച്ചിൽ നിർത്തില്ലെങ്കിൽ ഇവന്റെ കഴുത്തിറക്കും ഞാൻ. നോക്ക് ദ്വാരക, എന്റെ സ്വഭാവം മഹാ അലമ്പ. ഞാൻ എപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്കെന്നെ അറിയില്ല. ഇനി എപ്പോഴെങ്കിലും ഇവന്റെ കൂടെ നിന്നെ കണ്ട അന്ന് ഇവന്റെ കഴുത്തിറക്കും ഞാൻ. വണ്ടി എടുക്ക. ഇവന്റെ ജീവൻ നിന്റെ കയ്യിലാവുള്ളത്. ഓടാ. എന്താ കാര്യമാണ് ചേട്ടാ, ഇതെന്റെ അനിയത്തിയാ. എന്റെ അനിയത്തെ നിങ്ങളുടെ അനിയൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എന്റെ അനിയത്തിക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തന്നെ കല്യാണം നടത്തിക്കോ. എപ്പോഴും ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. സമാധാനത്തോടെ കോളേജിൽ പോകാൻ പറ്റുന്നില്ല. ശരിക്കും ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടതാ. എന്നോടൊരു വാക്ക് പറയാറുന്നില്ല എന്ന് പിന്നീട് നിങ്ങൾ ചോദിക്കരുതല്ലോ. അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. മോനെ, മോളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോ. ഈ നായ്ക്ക് ഞാൻ കൊടുത്തോളാം. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഞാൻ വാർണിംഗ് കൊടുത്തതാ. ഇവന്റെ ഈ കൈ ഒടിച്ചത് ഞാനാ. എന്നോട് താഴെ വീണ് കൈയൊടിഞ്ഞെന്നല്ലേ നീ പറഞ്ഞ? ഇല്ലേട്ടോ, അത് പിന്നെ പെണ്ണുങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത് പോകരുതെന്ന് പറഞ്ഞാൽ കേക്കില്ലല്ലേ? നമ്മുടെ ഏരിയയിലുള്ള പെൺകുട്ടികളെ നമ്മളാടാ സംരക്ഷിക്കേണ്ടത്. ഇനി മേലാൽ ആവർത്തിക്കരുത്. ഇനിയൊരു തവണ ഇതുപോലെ കംപ്ലൈന്റ് വന്നാ നിന്റെ 2 മുട്ടുകാലും തല്ലിയൊടിച്ചാൽ വീട്ടിനകത്ത് കിടത്തും. മോളെ, ഈ നായ ഇനി നിന്നെ ശല്യം ചെയ്താ എന്നെ വിളിച്ചാ മതി. ഞാൻ സ്പോട്ടിലെത്തിക്കോളാം. നീ എന്തിനാ വെറുതെ ഹീറോയിസം കാണിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഒരു പ്രശ്നം വന്നാ ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? എന്ത് സ്നേഹിക്കുന്ന പെണ്ണോ? ഇക്കാര്യം അവൾക്കറിയാമോ? നിങ്ങളല്ലേ പറയണ്ടേ അവളോട് പറയണോ വേണ്ടയോ എന്ന്. ഒരു നല്ല ദിവസം നോക്കിയിട്ട് നിന്റെ അച്ഛനോടും അമ്മയോടൊന്നും വരാൻ പറ. ഓക്കെ? ലവ് ചെയ്യുന്നത് എന്റെ ചേട്ടനോടാണോ പറയുന്നത്? എന്നോട് പറയാൻ പാടില്ലേ? നിന്റെ ചേട്ടൻ അറിഞ്ഞ് അത് വീട്ടിൽ പ്രശ്നമായി. ആളെ വെച്ചെങ്ങാനും എന്നെ അടിച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ശരി, ഇപ്പൊ പറ. എന്ത്? എന്റെ ചേട്ടൻ നോക്കിയെന്ന് പറഞ്ഞ ശേഷം എന്നോട് പറയാന്ന് പറഞ്ഞില്ലേ? എന്റെ ചേട്ടൻ നേരിട്ട് വന്ന് അടിക്കും. ആളെ വിട്ടൊന്നും അടുപ്പിക്കില്ല.